അടുത്ത വീഡിയോ എപ്പോഴിടും എന്നുള്ള കൺഫ്യൂഷനിലാണ് കുട്ടികളെന്നറിയാം. കുറച്ച് വൈകിപ്പോയി, എന്നാലും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് ലീഡർ. ഡെമോക്രാറ്റിക് ലീഡർ, ഓട്ടോക്രാറ്റിക് ലീഡർ, ഇൻ്റലക്ച്വൽ ലീഡർ, ലേസ് ഫെയർ ലീഡർ, പെർസ്യൂസീവ് ലീഡർ, ഇവയൊക്കെയാണ് ടൈപ്സ് ഓഫ് ലീഡറിൽ വരിക. ഓരോന്നും ചെറിയ മീനിങ് നമുക്ക് പഠിക്കാം. ഡെമോക്രാറ്റിക് ലീഡർ. എ ഡെമോക്രാറ്റിക് ലീഡർ ഓൾവേസ് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കീഴ്ജീവനക്കാരുമായിട്ട് ആലോചിക്കുന്ന ലീഡറാണ് ഡെമോക്രാറ്റിക് ലീഡർ. ഡിസിഷൻസ് ആർ നോട്ട് യൂണിലാറ്ററൽ. ഏകപക്ഷീയമായ തീരുമാനമൊന്നും എടുക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്ന ലീഡർ അല്ല ഡെമോക്രാറ്റിക് ലീഡർ. ജനാധിപത്യ നേതാവാകുമ്പോൾ കീഴ്ജീവനക്കാരും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ലീഡറാണ്. ഒന്നുകൂടി നോക്കാം. എ ഡെമോക്രാറ്റിക് ലീഡർ ഓൾവേസ് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഡിസിഷൻസ് ആർ നോട്ട് യൂണിലാറ്ററൽ ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓട്ടോക്രാറ്റിക് ലീഡർ. എ ഓട്ടോക്രാറ്റിക് ലീഡർ ഡസ് നോട്ട് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ ഡസ് നോട്ട് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. കീഴ്ജീവനക്കാരോടൊന്നും കൂടി ആലോചിക്കാതെ ഡിസിഷൻസ് ആർ യൂണിലാറ്ററൽ. ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ലീഡറാണ് ഓട്ടോക്രാറ്റിക് ലീഡർ. സ്വേച്ഛാധിപതി എന്ന് പറയും. സ്വേച്ഛാധിപതി എന്ന് പറയുമ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു. എ ഓട്ടോക്രാറ്റിക് ലീഡർ ഡസ് നോട്ട് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഡിസിഷൻസ് ആർ യൂണിലാറ്ററൽ. ഏകപക്ഷീയമായ തീരുമാനമായിരിക്കും. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഡെമോക്രാറ്റിക് ലീഡറാണ്. എ ഡെമോക്രാറ്റിക് ലീഡർ ഓൾവേസ് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. മാറിപ്പോകരുത്. ഓട്ടോക്രാറ്റിക് ലീഡർ ആണെങ്കിലോ ഓട്ടോക്രാറ്റിക് ലീഡർ ഡസ് നോട്ട് കൺസൾട്ട് ഹിസ് സബോർഡിനേറ്റ്സ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻ. ഡെമോക്രാറ്റിക് ലീഡറിൻ്റെ പ്രത്യേകത എന്താ? ഡിസിഷൻസ് ആർ നോട്ട് യൂണിലാറ്ററൽ. ഓട്ടോക്രാറ്റിക് ലീഡറിൻ്റെയോ ഡിസിഷൻസ് ആർ യൂണിലാറ്ററൽ. ഡെമോക്രാറ്റിക് ലീഡർ, ഓട്ടോക്രാറ്റിക് ലീഡർ നമ്മൾ പഠിച്ചു. അടുത്തതാണ് ഇൻ്റലക്ച്വൽ ലീഡേഴ്സ്. ഹൈലി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ക്യാൻ ഈസിലി സോൾവ്ഡ് ബൈ ദിസ് ലീഡർ. Highly complicated problem can be easily solved by this leader. Adverse business situation may be effectively managed by this person. ബുദ്ധിമാന്മാരായ നേതാക്കന്മാരാണ് ഇൻ്റലക്ച്വൽ ലീഡേഴ്സ്. എന്ത് വലിയ പ്രശ്നമുണ്ടായാലും അത് എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് അവരുടെ ബുദ്ധി സാമർഥ്യം സഹായിക്കും. ഒന്നുകൂടി നോക്കാം. ഇൻ്റലക്ച്വൽ ലീഡേഴ്സ്. ഹൈലി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ക്യാൻ ബി ഈസിലി സോൾവ്ഡ് ബൈ ദിസ് ലീഡർ. Adverse business situation may be effectively managed by this person. അടുത്തതാണ് ലേസ് ഫെയർ ലീഡേഴ്സ്. ദി സബോർഡിനേറ്റ് ഫ്രീ ആൻഡ് they will rise to occasion and frame policies for their survival and growth of the organization. The subordinates free and they will rise to occasion and frame policies for their survival and growth of the organization. അതായത് കീഴ്ജീവനക്കാരന് നയങ്ങൾ രൂപീകരിക്കാനായിട്ട് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്ന നേതാക്കന്മാരാണ് ലേസ് ഫെയർ ലീഡേഴ്സ്. ഒരു മടിയന്മാരായിരിക്കും. യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയില്ല. കീഴ്ജീവനക്കാർക്ക് അതിനുള്ള അവസരം നൽകുകയാണ് ലേസ് ഫെയർ ലീഡേഴ്സ് ചെയ്യുക. ഒന്നുകൂടി നോക്കാം. ദി സബോർഡിനേറ്റ് ഫ്രീ ആൻഡ് they will rise to occasion and frame policies for their survival and growth of the organization. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓട്ടോക്രാറ്റിക് ലീഡർ, ഡെമോക്രാറ്റിക് ലീഡർ, ഇൻ്റലക്ച്വൽ ലീഡർ, ലേസ് ഫെയർ ലീഡർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിയേറ്റീവ് ലീഡറും പെർസ്യൂസീവ് ലീഡറുമാണ്. ക്രിയേറ്റീവ് ലീഡർ. ദിസ് ലീഡേഴ്സ് എൻകറേജ് ദെയർ സബോർഡിനേറ്റ് ടു ഇന്നോവേറ്റ് ന്യൂ ഐഡിയ ആൻഡ് എൻകറേജ് ദം ടു ഡു വർക്ക് ഇൻ എ ബെറ്റർ ആൻഡ് മീനിങ് വേ. നവീനമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ലീഡേഴ്സാണ് ക്രിയേറ്റീവ് ലീഡേഴ്സ്. ഏതൊരു കാര്യത്തിലും ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുന്ന ലീഡേഴ്സാണ് ഇവർ. These leaders encourage their subordinate to innovative new idea and encourage them to do work in a better and meaningful way. അടുത്തതാണ് persuasive leaders. These leaders possess magnetic and inspiring personalities that enable them to get a maximum effort done by subordinates for the benefit of the organization. ഈ സെൻറ്റൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ പഠിക്കുക. പെർസ്യൂസീവ് ലീഡേഴ്സ് ആർ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി. ദേ ആർ ഓൾവേസ് മോട്ടിവേറ്റ് ദി സബോർഡിനേറ്റ്സ് എന്ന് പഠിക്കുക. അതായത്
സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രേരിപ്പിക്കുന്ന ലീഡേഴ്സാണ് പെർസ്യൂസീവ് ലീഡേഴ്സ്. ഓൾവേസ് മോട്ടിവേറ്റ് ദി സബോർഡിനേറ്റ്സ് എന്ന് എഴുതിയാലും മതി. നമ്മൾ ഏതൊക്കെ ലീഡേഴ്സാണ് പഠിച്ചത്? ഓട്ടോക്രാറ്റിക് ലീഡർ, ഡെമോക്രാറ്റിക് ലീഡർ, ലേസ്വെയർ ലീഡർ, ഇൻ്റലക്ച്വൽ ലീഡർ, ക്രിയേറ്റീവ് ലീഡർ, പെർസ്യൂസീവ് ലീഡർ. എക്സ്പ്ലനേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പേരെങ്കിലും പഠിച്ചു വെക്കണം. ഒരു ക്വസ്റ്റ്യനാണ് വേസ് ടു ജനറേറ്റ് ബിസിനസ് ഐഡിയ. സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയയും വേസ് ടു ജനറേറ്റ് ബിസിനസ് ഐഡിയയും മാറിപ്പോകരുത്. ഏത് തരത്തിലാണ് ബിസിനസ് ആശയം ജനിക്കുന്ന ആ രീതിയാണ് വേസ് ടു ജനറേറ്റ് ബിസിനസ് ഐഡിയ. സോഴ്സസ് ഓഫ് ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഐഡിയ എവിടെ നിന്ന് ഉടലെടുക്കുന്നു, അതിൻ്റെ ഉറവിടമാണ് എഴുതേണ്ടത്. ഇപ്പോൾ നമുക്ക് നോക്കാം വേസ് ടു ജനറേറ്റ് ബിസിനസ് ഐഡിയ. എൻവയോൺമെൻറ്റ് സ്കാനിങ്, ക്രിയേറ്റിവിറ്റി, ബ്രെയിൻ സ്റ്റോമിങ്, ഫോക്കസ് ഗ്രൂപ്പ്, മാർക്കറ്റ് റിസർച്ച്. ആദ്യത്തേതാണ് എൻവയോൺമെൻറ്റ് സ്കാനിങ്. എൻവയോൺമെൻറ്റ് സ്കാനിങ് മീൻസ് മോണിറ്ററിങ് ദി എൻവയോൺമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഐഡൻറ്റിഫൈയിങ് കൺസ്ട്രെയിൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ബിഫോർ ദം. അതായത് കെയർഫുൾ മോണിറ്ററിങ് ഓഫ് ആൻ ഓർഗനൈസേഷനാണ്. ശ്രദ്ധാപൂർവം ബിസിനസ് പരിസ്ഥിതിയെ നിരീക്ഷിച്ച് അതിലുള്ള അവസരങ്ങളും ഭീഷണികളും മനസ്സിലാക്കുന്നതിനെയാണ് എൻവയോൺമെൻറ്റ് സ്കാനിങ് എന്ന് പറയുന്നത്. എന്താണ് എൻവയോൺമെൻറ്റ് സ്കാനിങ് മീൻസ്? മോണിറ്ററിങ് ദി എൻവയോൺമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഐഡൻറ്റിഫൈയിങ് ദി കൺസ്ട്രെയിൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ബിഫോർ ദം. രണ്ടാമത്തേതാണ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ക്രിയേറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു കമ്പൈൻ ഐഡിയാസ് ഇൻ എ യുണീക്ക് വേ ഓർ ടു മേക്ക് അൺയൂഷ്വൽ അസോസിയേഷൻ. ഒന്നുകൂടി നോക്കാം. ക്രിയേറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു കമ്പൈൻ ഐഡിയാസ് ഇൻ എ യുണീക്ക് വേ ഓർ ടു മേക്ക് അൺയൂഷ്വൽ അസോസിയേഷൻ. മറ്റാരും ചിന്തിക്കാത്ത പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ക്രിയേറ്റിവിറ്റി. പുതിയ ആശയങ്ങളായിരിക്കും ക്രിയേറ്റിവിറ്റി ഉള്ളവരിൽ ഉണ്ടാവുക. അടുത്തതാണ് ബ്രെയിൻ സ്റ്റോമിങ്. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് സിറ്റ് ടുഗദർ ആൻഡ് ജനറേറ്റ് നമ്പർ ഓഫ് ബിസിനസ് ഐഡിയ. ഇറ്റ് ഈസ് യൂഷ്വലി ആൻ അൺസ്ട്രക്ചേർഡ് ഡിസ്കഷൻ ഇൻ വിച്ച് വൺ ഐഡിയ ലീഡ്സ് ടു അനദർ. അതായത് പ്രത്യേക ഘടനയൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്ന് ബിസിനസ് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്. എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് സിറ്റ് ടുഗദർ ആൻഡ് ജനറേറ്റ് നമ്പർ ഓഫ് ബിസിനസ് ഐഡിയ. ഇറ്റ് ഈസ് യൂഷ്വലി ആൻ അൺസ്ട്രക്ചേർഡ് ഡിസ്കഷൻ ഇൻ വിച്ച് വൺ ഐഡിയ ലീഡ്സ് ടു അനദർ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എൻവയോൺമെൻറ്റ് സ്കാനിങ്, ക്രിയേറ്റിവിറ്റി, ബ്രെയിൻ സ്റ്റോമിങ്. ഒന്നുകൂടി നോക്കാം. എൻവയോൺമെൻറ്റ് സ്കാനിങ്. എൻവയോൺമെൻറ്റ് സ്കാനിങ് മീൻസ് മോണിറ്ററിങ് ദി എൻവയോൺമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഐഡൻറ്റിഫൈയിങ് കൺസ്ട്രെയിൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ബിഫോർ ദം. ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. Creativity is the ability to combine ideas in a unique way or to make unusual association. അടുത്തതാണ് ബ്രെയിൻ സ്റ്റോമിങ്. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് സിറ്റ് ടുഗദർ ആൻഡ് ജനറേറ്റ് നമ്പർ ഓഫ് ബിസിനസ് ഐഡിയ. ഇറ്റ് ഈസ് യൂഷ്വലി ആൻ അൺസ്ട്രക്ചേർഡ് ഡിസ്കഷൻ ഇൻ വിച്ച് വൺ ഐഡിയ ലീഡ്സ് ടു അനദർ. നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ്റെ തുടർച്ചയാണ് വേസ്റ്റ് ജനറേറ്റ് ബിസിനസ് ഐഡിയയുടെ തുടർച്ചയാണ് ഫോക്കസ് ഗ്രൂപ്പ്. ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫോക്കസ് ഗ്രൂപ്പ്. ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ദിസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്രപ്പോസ്ഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ എ സ്ട്രക്ചേർഡ് സെറ്റിംഗ്. പ്രത്യേക ഒരു ഘടനയുള്ള ഡിസ്കഷനാണ് ഫോക്കസ് ഗ്രൂപ്പ്. ആരാദ്യം പറയും, പിന്നീട് ആര് പറയും എന്നൊക്കെയുള്ള ഒരു കൃത്യമായൊരു ഘടന ഫോക്കസ് ഗ്രൂപ്പിനുണ്ടായിരിക്കും. ഫോക്കസ് ഗ്രൂപ്പും അതുപോലെ ബ്രെയിൻ സ്റ്റോമിങ്ങും ഡിസ്കഷനാണ്. വ്യത്യാസം ഘടനാപരമാണ്. ഫോക്കസ് ഗ്രൂപ്പിന് ഘടനയുണ്ട്, ബ്രെയിൻ സ്റ്റോമിന് ഇങ്ങനെ പ്രത്യേകമായൊരു ഘടനയില്ല. അടുത്തതാണ് മാർക്കറ്റ് റിസർച്ച്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ജനറേറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദി മാർക്കറ്റ്. നിലവിലുള്ള ഒരു വിപണിയിലെ സാധനത്തെക്കുറിച്ചോ സേവനത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി ഈസ് അണ്ടർടേക്കൻ ടു ഡിറ്റർമൈൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പൊസിഷൻ ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസ്. നിലവിലുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്റ്റഡി നടത്തുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. അപ്പോൾ വേസ് ടു ജനറേറ്റ് ബിസിനസ് ഐഡിയ ഏതൊക്കെയാണ്? ബ്രെയിൻ സ്റ്റോമിങ്, ഫോക്കസ് ഗ്രൂപ്പ്, മാർക്കറ്റ് റിസർച്ച്, എൻവയോൺമെൻറ്റ് സ്കാനിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഇതിൽ മാർക്കറ്റ് റിസർച്ച്, ബ്രെയിൻ സ്റ്റോമിങ്, എൻവയോൺമെൻറ്റ് സ്കാനിങ് ഇതൊക്കെ 2 മാർക്കിനും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോഴ്സസ് ഓഫ് ജനറേറ്റിംഗ് ഐഡിയ ആണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത്. വേസ് ടു ജനറേറ്റ് ബിസിനസ് ഐഡിയ ആണ്. ഏത് തരത്തിലാണ്
ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ബിസിനസ് ഐഡിയയുടെ ഉറവിടം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. സോഴ്സസ് ഓഫ് ജനറേറ്റിംഗ് ഐഡിയ. എളുപ്പമുള്ള പോയിൻറ്റ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ, സ്റ്റഡി ട്രെൻഡ്, സ്റ്റഡി പ്രോജക്റ്റ് യൂസ്ഡ് എബ്രോഡ്. ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ, സ്റ്റഡി ട്രെൻഡ്, സ്റ്റഡി ദ പ്രോജക്റ്റ് യൂസ്ഡ് എബ്രോഡ്. അനലൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അനലൈസ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അനലൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അനലൈസ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ലോക്കലി. ആദ്യം 3 പോയിന്റ് പഠിക്കുക. ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ, സ്റ്റഡി ട്രെൻഡ്, സ്റ്റഡി ദ പ്രോജക്റ്റ് യൂസ്ഡ് എബ്രോഡ്. പിന്നെ 2 പോയിന്റ് പഠിക്കുക. അനലൈസ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അനലൈസ് ടെക്നോളജിക്കൽ ചേഞ്ച്. അടുത്തത് അനലൈസ് ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ലോക്കലി. വ്യാപാര മേളകളിൽ നിന്ന് നമുക്ക് ബിസിനസ് ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രവണത നിരീക്ഷിക്കുന്നതിലൂടെ സാധിക്കും, അല്ലെങ്കിൽ വിദേശത്തെ പ്രോജക്റ്റ് പഠിക്കുന്നത് വഴി നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടുന്നു. കയറ്റുമതി ഇറക്കുമതി അനലൈസ് ചെയ്യുന്നതിൽ നിന്ന് ആശയം കിട്ടാം. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റം അനലൈസ് ചെയ്യുന്നത് വഴി ആശയം കിട്ടാം. അതുപോലെ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും ബിസിനസ് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ്? ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ, സ്റ്റഡി ട്രെൻഡ്, സ്റ്റഡി ദ പ്രോജക്റ്റ് യൂസ്ഡ് എബ്രോഡ്, അനലൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അനലൈസ് ടെക്നോളജിക്കൽ ചേഞ്ചസ്, അനലൈസ് ദി അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ലോക്കലി.